ഇട്ടിട്ടാണ് വന്നത്. അത് സൂപ്പർമാൻ അല്ല, അത് ശ്വേത ചേച്ചിയാണ്. ശ്വേത ചേച്ചി വേറെ ഏതൊക്കെ അക്ഷരമുണ്ട് നിങ്ങൾക്ക്? ഇപ്പോഴും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരാള് ശ്വേത ചേച്ചിക്ക് ഇത്രയും സപ്പോർട്ട് കാണിച്ചുകൊണ്ട് ഇവിടെ വരെ. അതുകൊണ്ട് പക്ഷെ ഞാൻ പറയാണ്, അപ്പൊ അതിനിടയിൽ പല ചർച്ചകൾക്കൊടുവിൽ അജു എന്നോട് പറഞ്ഞു, എടാ അമ്മയിലേക്ക് നീ വരണ്ട, അത് ഇവിടെ കുറേ പ്രശ്നങ്ങളാണ്. കഴിഞ്ഞ ദിവസം ജനറൽ ബോഡിയിൽ ഞാൻ പോയപ്പോൾ അവിടെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിനിടയിൽ പുള്ളിയുടെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു അവിടെ. ആ പ്രസംഗത്തിനെ കുറിച്ച് പുള്ളി എൻ്റെ അടുത്ത് വളരെ വാദവരാതെ എൻ്റെ പ്രസംഗം വളരെ ഗംഭീരമായിരുന്നു എന്ന് പറയുകയും അതിനെക്കുറിച്ച് പലരും അഭിപ്രായം പറഞ്ഞ വോയിസ് നോട്ടുകൾ എനിക്ക് അയക്കുകയും ഈ ജനറൽ ബോഡിയിൽ അദ്ദേഹം സംസാരിച്ച കാര്യങ്ങളെ വളരെ ശക്തമായത് ഇംഗ്ലീഷിലുള്ള ഒരു പ്രസംഗമായിരുന്നു. അത് പറ്റിയിട്ടുള്ള വോയിസ് നോട്ടുകൾ എനിക്ക് അയക്കുകയും ചെയ്തുകൊണ്ട് എന്നോട് പറഞ്ഞു, നീ പ്രസിഡന്റ് ആവണ്ട, ഇനി അത് വേണ്ട, CM ആവണ്ട, ഗവർണർ ആവാം. ഗവർണറിന് വലിയ പണിയൊന്നുമില്ല. ഇതറിഞ്ഞ ഗവർണർ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിന്റെ ഇല്ലില്ല, വിവരക്കേടിനെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പില്ല. ആ വകുപ്പില്ല, ഒരിക്കലും അറസ്റ്റ് ചെയ്യും. നമ്മൾ അറസ്റ്റ് ചെയ്ത് അപ്പൊ തന്നെ ഇറക്കിക്കൊണ്ടുവരും, ബെയിലിറക്കും. ദിലീപേട്ടൻ നമ്മൾ ഇറക്കും. അപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ പറയാൻ വിചാരിച്ച സാധനം എന്ന് വെച്ചാൽ, ഒരിക്കലും അതിനിടയിൽ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, മോനെ നീ അമ്മയുടെ പ്രസിഡന്റ് ആവാൻ പോകുവാണെന്ന് കേട്ടു മോനെ, അത് ഒരിക്കലും പാടില്ല, അച്ഛനൊരിക്കലും ആവാതിരുന്നതിന്റെ കാരണം നമ്മൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അച്ഛനെ പോലുള്ള ആൾക്കാർ, എന്നെ പോലുള്ള ആൾക്കാർക്ക് അത് പറ്റില്ല. നമ്മൾ ചില കാര്യങ്ങൾ കണ്ണടക്കേണ്ടി വരുന്നു. എനിക്കത് മനസ്സിലായില്ല. പക്ഷെ CM ആയി എവിടെയും ഒതുങ്ങിക്കൂടാതിരുന്ന് ആഗ്രഹിച്ച എന്നെ അമ്മയുടെ പ്രസിഡന്റ് ആക്കി തീരൂ എന്നടങ്ങിയ വാശിയുള്ള എൻ്റെ മെന്ററിനെ ഈ വേദിയിലേക്ക് ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഒരിക്കലും ആവാൻ പാടില്ലാത്ത, ഞാൻ ആഗ്രഹിക്കാത്ത അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം ഞാൻ ഇവിടെ രാജിവെക്കും. രാജിവെച്ചു. ഇനി ചിലപ്പോൾ തിരിച്ചു വന്നാലും വരും. അടുത്തതായിട്ട് പറയാനുള്ളത്, എൻ്റെ ഏറ്റവും പ്രിയ സുഹൃത്ത്, ഒരു വിളിക്കപ്പുറം ഉള്ള ഒരാളാണ് സാക്ഷാൽ ലിസ്റ്റിൻ സ്റ്റീഫൻ. കഴിഞ്ഞ ദിവസം ഒരു റിവ്യൂവർ എന്നെ കുറിച്ച് എല്ലാവർക്കും അറിയാം, അശ്വന്ത് എന്നെ കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേട്ട് എന്നെ രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം അങ്ങനെ 3 തവണ വിളിച്ചു. ലിസ്റ്റിൻ സ്റ്റീഫൻ വിളിക്കണമെങ്കിൽ എന്തോ ഒരു കാര്യമുണ്ടല്ലോ എന്ന് അറിഞ്ഞ് ഞാൻ ഫോൺ എടുത്ത്, അളിയനെ കുറിച്ച് ഒരാൾ നല്ലത് പറഞ്ഞു എന്ന് പറഞ്ഞ സന്തോഷത്തിൽ അദ്ദേഹം ആനന്ദാശ്രു ഒഴിച്ചു. കാരണം ഒരു പൊട്ടനെ പറ്റി വേറെ ഏതോ ഒരു മരപ്പൊട്ടൻ പറയുകയാണെന്നുള്ള സന്തോഷമായിരുന്നു ലിസ്റ്റിൻ സ്റ്റീഫന്റെ ഉള്ളിൽ എന്ന് എനിക്കത് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട്. ഈയിടെയായിട്ട് അദ്ദേഹം സിനിമ, അപ്പൊ ഞാൻ ചോദിച്ചു, അളിയൻ സിനിമയൊന്നും പ്രൊഡക്ഷൻ ഒന്നും ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഞാനൊരു ചെറിയ ബ്രേക്ക് എടുത്തിരിക്കുകയാണ് അളിയൻ, ഞാൻ ഇപ്പൊ അടുത്ത കാലത്ത് തിയേറ്റർ വ്യവസായത്തിലേക്ക് പുള്ളി ഫോക്കസ് ചെയ്യുകയാണെന്നുള്ള കാര്യം ഞാൻ പിന്നീട് അറിഞ്ഞു അതിനുശേഷം. പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യം അത് വലിയൊരു മണ്ടത്തരമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാ വർഷവും സിനിമയുടെ എണ്ണം കുറഞ്ഞു. എല്ലാ വർഷവും 5ഉം 10ഉം സിനിമ എഴുതുന്ന ലിസ്റ്റിൻ സ്റ്റീഫന്റെ സിനിമകളാണ് അദ്ദേഹത്തിന്റെ തിയേറ്ററിൽ തന്നെ ഓടിച്ച് കളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ സിനിമ ഇല്ലാത്തതുകൊണ്ട് തിയേറ്റർ വ്യവസായത്തിന് കേടുപാട് പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീണ്ടും മകനെ മടങ്ങി വരൂ, പ്രൊഡക്ഷനിലേക്ക് തിരിച്ചു വരൂ, നിങ്ങളുടെ സിനിമകൾ നിങ്ങൾ തന്നെ തിയേറ്ററിലേക്ക് ഓടിക്കൂ എന്നുള്ള അഭ്യർത്ഥനയും കൊണ്ട് ലിസ്റ്റിൻ സ്റ്റീഫനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട്